അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പടച്ചോൻ CM മടവൂരാണ് എന്ന് പറയുന്ന ഒരു പാട്ട് കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണല്ലോ. പച്ച കുഫറാണ് ആ പാട്ടിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഏതാണെങ്കിലും ഈ പാട്ട് വളരെ വ്യാപകമായ നിലയ്ക്ക് തന്നെ പ്രചരിച്ചപ്പോൾ അതിനെതിരെ ചില പ്രതികരണങ്ങൾ സമസ്തയുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലുള്ള വളരെ ശക്തമായ ഒരു പ്രതികരണമായിരുന്നു പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ പാട്ടിനെതിരെ നടത്തിയ ഒരു പ്രതികരണം, അതല്ലെങ്കിൽ ഒരു പ്രഭാഷണം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് കേട്ടു നോക്കി. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്കൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. അദ്ദേഹം അതിൽ പറയുന്നത് ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, കുഫറാണ്, ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആയത്തൊക്കെ ഓതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ന്യായമായും ആ പാട്ടിലെ വരികളെ അതല്ലെങ്കിൽ ആ ആശയത്തെ എങ്ങനെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനുമൊക്കെ എതിർക്കാൻ കഴിയുക? ഇത് ഞാൻ പറയാൻ കാരണം, ആ പാട്ടിൽ പറയുന്ന അതേ ആശയം തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും അതേപോലെ ഉത്തരവാദപ്പെട്ട പ്രഭാഷകന്മാരുടെ പ്രസംഗത്തിലും അവർ വളരെ ഭക്തിയാദരവോടുകൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാലപ്പാട്ടുകളിലുമൊക്കെ ഉണ്ടായിരിക്കെ എന്ന് പറഞ്ഞാൽ CM മടവൂരടക്കമുള്ള ഈ സമസ്തക്കാർ ഔലിയാക്കളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്ഥാനത്തേക്ക് ഉയർത്തി വെക്കുന്നത് നമുക്ക് ഈ മാലപ്പാട്ടുകളിലും ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിലും ഇവരുടെ പല പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ പിന്നെ എങ്ങനെയാണ് ഈ പാട്ടിനെ ശക്തമായ നിലക്ക് പേരോടിനെ എതിർക്കാൻ കഴിയുക? മാത്രവുമല്ല, അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അത് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഒന്ന് കേൾക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഏതാണെങ്കിലും പേരോട് അതൊന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അല്ലാഹു തആല പറഞ്ഞു, വഖാലൽ മസീഹു, ഈസാ നബി ഇസ്ലാം എന്താ പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. റബ്ബീ വ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, അവനാണ് അല്ലാഹ്, അവനെ നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, വല്ലവരും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം. കേട്ടില്ലേ സുഹൃത്തുക്കളെ, എന്താണ് പേരോട് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വാചകം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ പങ്കുകാരനുണ്ടെന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ പങ്കുകാരനുണ്ടെന്ന് വിശ്വസിച്ചാൽ, തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ആയത്തോതിട്ടാണ് പറയുന്നത് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അയാൾക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പേരോടിനോട് ചോദിക്കട്ടെ, നിങ്ങൾ കുടുങ്ങൂലേ പേരോടെ? നിങ്ങളുടെ ആശയം നിങ്ങൾ തിരുത്തേണ്ടി വരൂലേ? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ തിരുത്തേണ്ടി വരൂലേ? നിങ്ങളിവിടെ ഇത്രയും കാലം പ്രചരിപ്പിച്ചു വെച്ച ശിർക്കൻ ആശയങ്ങളെ നിങ്ങൾ തിരുത്താൻ തയ്യാറാകുമോ? നിങ്ങൾ ആയത്തോതിയിട്ട് ഗൗരവമായിട്ടല്ലേ പറഞ്ഞത് ഈ പാട്ടിനെ എതിർക്കുന്നത്? എങ്കിൽ ഈ പാട്ടിനെ എതിർക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പേരോട് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അത് അവന് മാത്രമുള്ളതാണ്, അതുപോലെ മറ്റാർക്കുമില്ല. അള്ളാഹുവിൻ്റെ കേൾവി അത് അവൻ്റേത് മാത്രമാണ്, അതുപോലെ വേറൊരാൾക്കില്ല. അള്ളാഹുവിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ളത് മാത്രമാണ്, അതുപോലെ മറ്റാർക്കില്ല. അള്ളാഹുവിൻ്റെ പ്രവൃത്തി അത് അവന് മാത്രമുള്ളതാണ്, മറ്റാർക്കില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ കേൾവിയോ കാഴ്ചയോ പ്രവൃത്തിയോ അത് മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകും, അതുപോലെ ഉണ്ടാകും. അതല്ലെങ്കിൽ അവൻ അതുപോലെയുള്ളത് അള്ളാഹു ആർക്കെങ്കിലും അവൻ്റെ കഴിവിൽ നിന്ന് കൊടുക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കല്ല പേരോടെ? അത് അള്ളാഹ്ക്ക് മാത്രമുള്ള സംഗതിയല്ലേ? അത് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് കടുത്ത ശിർക്കല്ലേ? ഇതല്ലേ നിങ്ങൾ ഇത്രയും കാലം ഇവിടെ പ്രചരിപ്പിച്ചത്?
അപ്പോൾ നിങ്ങൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പകരക്കാരനുണ്ടെന്ന് വിശ്വസിച്ചാൽ നരകമായിരിക്കും അവൻ്റെ സങ്കേതമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതിനോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അള്ളാഹു സ്വയം പര്യാപ്തനാണ്. ആ ഒരു സ്വയം പര്യാപ്തത എന്നത് സൃഷ്ടികൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പോയി, അവൻ ശിർക്കിലെത്തി, യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്. അതേപോലെ എല്ലാം കേൾക്കുന്ന സൃഷ്ടികളുണ്ടെന്ന് പറഞ്ഞാൽ പോയി ശിർക്കാകും. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനാണ്, അവനെപ്പോലെ കാണുന്നവനുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ സത്യത്തിൽ ഇത്രയും കാലം ഇവിടെ പ്രചരിപ്പിച്ചു വെച്ചത്. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പാട്ടിനെ എതിർക്കാൻ കഴിയുക? ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ തന്നെ ഹദീസും ആയത്തും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല ആശയങ്ങളും ഇവിടെ നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ കാണുന്നത് CM സ്മരണികയാണ്. പച്ച കുഫർ എഴുതി വെച്ചത് നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് കാണാം, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു കാണുന്നത് പോലെ അവൻ്റെ അടിമ കാണും, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും. നഅൂദു ബില്ലാഹ്. പേരോട് ഇവിടെ പറയാം, ഏതെങ്കിലും ഒരു പോയിന്റിൽ പകരക്കാരനുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ശിർക്ക് സംഭവിച്ചു എന്ന്. പേരോടെ തിരുത്തേണ്ടതില്ലേ? കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ ധാരാളം എഴുതി വച്ചിട്ടുണ്ട്. ജീലാനി സപ്ലിമെൻ്റാണ് നിങ്ങൾ കാണുന്നത്. അതിൽ കണ്ടോ, അതിൻ്റെ ഉദ്ദേശ്യം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നതാണ്. അള്ളാഹു കേൾക്കുന്നത് പോലെ എങ്ങനെ എഴുതിയത്? സ്ഥല ശബ്ദ വ്യത്യാസമന്യേ. ആര് കേൾക്കും? ഷെയ്ഖ് കേൾക്കും എന്ന് നിങ്ങൾ എഴുതി വച്ചിട്ടില്ലേ? എത്ര ഉദാഹരണം നിങ്ങൾക്ക് ഇനി വേറെ വേണം? ഇനി കാരെ ഒരു സാമ്പിൾ കേട്ടോളി. അതിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആദർശ ഡയറി അതിൽ എഴുതുന്നത് കണ്ടോ. എന്നാൽ അള്ളാഹുവിൻ്റെ മാത്രം വിശേഷണങ്ങൾ അള്ളാഹു തന്നെ തൻ്റെ സൃഷ്ടികൾക്കും നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന തന്നെ വിഡ്ഢിത്തരവും അതേപോലെ വൈരുദ്ധ്യമാണ്. അള്ളാഹുവിൻ്റെ മാത്രം എന്ന് പറഞ്ഞാൽ അത് അവന് മാത്രമുള്ളതായില്ലേ? പിന്നെ എങ്ങനെയാണ് അത് അവന് സൃഷ്ടികൾക്ക് നൽകുക? അള്ളാഹുവിൻ്റെ മാത്രം വിശേഷണങ്ങൾ അള്ളാഹു തന്നെ അവൻ്റെ സൃഷ്ടികൾക്കും നൽകിയിട്ടുണ്ട്. റഹീമായ അള്ളാഹു, റഹീം എന്ന വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് ഈ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. പദങ്ങൾ സാമ്യമുണ്ട് എന്നതല്ലാതെ ആ ആശയം ഒരേപോലെയാണോ? തനിച്ച വിഡ്ഢിത്തം എഴുതിയിട്ട് ഇവിടെ കുഫർ പ്രചരിപ്പിക്കുകയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്നാൽ സത്യത്തിൽ ഇതിനെയൊക്കെ ഇവർ തന്നെ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ തൗഹീദ് ഒരു സമഗ്ര പഠനം, ആ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ സത്ത പോലെ മറ്റൊരു സത്തയുണ്ടെന്ന് വിശ്വസിക്കൽ മറ്റൊരു ഇലാഹിൽ വിശ്വസിക്കലാണ്. ഇനി കേട്ടോ, അപ്രകാരം അള്ളാഹുവിൻ്റെ ഗുണങ്ങളെപ്പോലെ ഗുണങ്ങളുള്ളവരുണ്ടെന്നോ അവൻ്റെ പ്രവൃത്തികളെപ്പോലെ പ്രവൃത്തികളുള്ളവരുണ്ടെന്നോ വിശ്വസിക്കൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ഇലാഹുകളെ അംഗീകരിക്കലാവും. അങ്ങനെ ഇലാഹുകളില്ലെന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. ഇപ്പോൾ എന്താണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ ഗുണങ്ങളെപ്പോലെ എന്തുണ്ട്? മറ്റുള്ളവർക്ക് ഗുണങ്ങളുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തികളെ പോലെ പ്രവൃത്തികൾ വേറെ ഉള്ള ആളുകൾ വേറുണ്ട്, ഗുണങ്ങളുള്ള ആളുകളുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ശരിക്കും അതെന്താണ്? അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ അംഗീകരിക്കലാണ്. അത് ശിർക്കാണ് എന്നാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ നിങ്ങളുടെ കൂട്ടത്തിലെ മുസ്ലിയാക്കന്മാർ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പേരോടിനോട് ചോദിക്കട്ടെ, നിങ്ങൾക്കെങ്ങനെ ഈ പാട്ടിനെ എതിർക്കാൻ ആകും? ഈ പാട്ടിൽ പറയുന്ന ആശയങ്ങൾ തന്നെയല്ലേ നിങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ശക്തമായി ഇതിനെതിരെ നിങ്ങൾ ആഞ്ഞടിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം എഴുതി വച്ചതും നിങ്ങൾ പ്രചരിപ്പിക്കുന്നതും നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന മാല മൗലിദുകളും ഒക്കെ നിങ്ങൾ തിരുത്തേണ്ടി വരും. എങ്കിലേ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള കുഫറുകളെ തിരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യവും കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന ശുദ്ധ ശിർക്കൻ വിശ്വാസങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ വീണ്ടും വിചാരം നടത്തി. നിങ്ങൾക്കൊക്കെ കിതാബ് തിരിയുന്ന ആളുകളല്ലേ, അതുകൊണ്ട് സത്യമായ നിലക്ക് ദീനിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം മനസ്സിലാക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കുമൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.